പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വ്യക്തിഹത്യക്കെതിരെ പരാതി നൽകി പ്രതിയുടെ അമ്മയും സഹോദരിയും വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനുമാണ് പരാതി നൽകിയത്. ഇരുവരുടെയും മൊഴിയെടുക്കാൻ പോലീസ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അവർ ഹാജരായിരുന്നില്ല. ദീപക് മലേമ നമുക്കൊപ്പം എത്തുന്നു. വീണ്ടും ദീപക് മലേമ, ഇപ്പോൾ പുതിയ നീക്കമാണല്ലോ. എന്തൊക്കെയാണ് അമ്മയും സഹോദരിയും നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്? സുജയ, ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി രാഹുൽ പി ഗോപാലിന്റെ അമ്മയും സഹോദരിയും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ നോട്ടീസുകളൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് ഈ പ്രതിയുടെ അമ്മയുടെയും സഹോദരിയുടെയും വാദം. നേരത്തെ തന്നെ പോലീസ് ഇവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും അമ്മയ്ക്ക് അസുഖം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കോടതി ഇത് പരിഗണിക്കുന്നതിന് വേണ്ടി എടുത്തെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. ഈ വരുന്ന 27-ാം തീയതി കോടതി ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുകയും ചെയ്തത്. അതിന് മുന്നോടിയായിക്കൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ചില സ്ഥാപിത മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും തങ്ങൾക്കെതിരെ വ്യക്തിഹത്യ നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനും ഒപ്പം തന്നെ വനിതാ കമ്മീഷനും ഇരുവരും പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് പല ഘട്ടങ്ങളിലായി യൂണിഫോം ഇട്ട് ആശുപത്രിയിലടക്കം വന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഫോണിൽ നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. വീട് പോലീസ് താക്കോൽ നിർബന്ധപൂർവ്വം വാങ്ങിക്കൊണ്ടുപോയ ശേഷം തുറന്ന് തങ്ങളുടെ ആരുടെയും സാന്നിധ്യമില്ലാതെ തന്നെ പരിശോധിക്കുകയാണ്. വീടിന്റെ മുൻവശത്ത് ജീപ്പിൽ നിരവധിയായ പോലീസുകാരെ നിർത്തി അപമാനിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതി രാഹുൽ പി ഗോപാലിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തെങ്കിലും തങ്ങളെയൊന്നും തന്നെ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ചില വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ചില അജണ്ടകളുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദമായി ഉയർത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഒപ്പം തന്നെ വനിതാ കമ്മീഷനും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാണാനുള്ളത്. ഒപ്പം തന്നെ ഈ വരുന്ന മുൻകൂർ ജാമ്യ ഹർജി 27-ാം തീയതി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഇനി മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രതിയെ ഇതുവരെ വിദേശത്ത് നിന്ന് രാജ്യത്തേക്ക് എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസ് സേനയ്ക്ക് തന്നെ വലിയ തരത്തിലുള്ള അപമാനം ഉണ്ടാക്കുന്ന ഒരു കേസായി ഈ കേസ് മാറുകയും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിൽ പ്രതിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഒരു സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശരത്ലാൽ എന്നു പേരുള്ള CPO ഇപ്പോൾ ഒളിവിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അന്വേഷണം വിശദമായി തന്നെ തുടരുന്നുണ്ട്. അതിനിടെയാണ് പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, ദീപക് മലേമയാണ് വിവരങ്ങൾ നൽകിയത്.